ഗ്രോ ആപ്പ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി എങ്ങനെ നമുക്ക് പൈസ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എങ്ങനെ ഫണ്ട് തിരഞ്ഞെടുക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് മറ്റൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഐ ബട്ടണിലും വീഡിയോയുടെ അവസാനവും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾ ആ വീഡിയോ കണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വാലറ്റിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആദ്യമായി ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. നേരെ വീഡിയോ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിൽ സെലക്ട് ചെയ്യുക. സ്റ്റോക്സിലാണെങ്കിൽ കിടക്കുന്നതെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ വലത് സൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. ഇവിടെ നമുക്ക് അവൈലബിൾ ബാലൻസ്, അതായത് നമ്മുടെ ഗ്രോ ആപ്പിലെ ഒരു വാലറ്റാണ്. ഈ വാലറ്റിൽ ഞാൻ നേരത്തെ ഓൾറെഡി പൈസ ഇട്ടിട്ടുണ്ട്. ഇല്ല എങ്കിൽ നമുക്ക് ആഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ നമുക്കവിടെ ഒരു പൈസ എത്ര രൂപയാണ് ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് മണി എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതായത് നമുക്ക് നെറ്റ് ബാങ്കിങ്, UPI ID, NEFT, UPI ആപ്സ് വഴി, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകൾ വഴി നമുക്ക് നമ്മൾ എത്രയാണോ സെലക്ട് ചെയ്യുക ആ പൈസ നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഞാനിവിടെ എൻ്റർ UPI ID എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഫോൺ പേ എന്ന് പറയുന്ന ആപ്പിൻ്റെ UPI ID ഞാനവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാനത് ജസ്റ്റ് കാണിക്കുന്നില്ല, ആഡ് ചെയ്തു. നേരത്തെ ഞാനിവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1312 രൂപ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ വലത് സൈഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മെയിൻ ഇൻ്റർഫേസിൽ വന്നു. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിൽ കാണാം, അത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും താഴെ വലത് സൈഡ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ വാങ്ങിയ ഒരു ഫണ്ട് ഇവിടെ കാണാൻ സാധിക്കും. അതിവിടെ കാണിച്ചിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഞാൻ ഇനി ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് 2-3 ദിവസം കഴിഞ്ഞ് ഇത് കാണാൻ പറ്റുള്ളൂ, റിഫ്ലക്റ്റ് ചെയ്ത് വരുള്ളൂ. അത് മുന്നേ നിങ്ങൾക്ക് ഫണ്ട് വാങ്ങിയിട്ട് കാണിച്ചു തരുന്നതിനാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ എക്സ്പ്ലോററിൽ വന്നു, വീണ്ടും മ്യൂച്വൽ ഫണ്ട് ഓപ്ഷൻ വന്നു. ഇവിടെ മുകളിൽ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ കാറ്റഗറീസ് കാണാം. അതായത് നമ്മുടെ ഗ്രോ ആപ്പിൽ ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ലിസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടുകളുടെ കാറ്റഗറീസാണ്. അതായത് ഹൈ റിട്ടേൺ തരുന്നത്, ടാക്സ് സേവിങ്, അതായത് വലിയ ലാഭ ശതമാനം ഉണ്ടാകുന്നതല്ല, ബെറ്റർ ആയിട്ടുള്ളത്, FDയേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള, ഇങ്ങനെ കുറേ. അല്ല എങ്കിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ മ്യൂച്വൽ ഫണ്ട്സുകളും നമുക്ക് കാണാം. അതായത് നമ്മളെ ഗ്രോ ആപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട്സുകളും. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സുകളെന്ന് പറയുന്നത് ഇതവിടെ നമുക്കിവിടെ 3 ഇയർ റിട്ടേൺ, അത് നമുക്ക് മാറ്റിയിട്ട് 1 ഇയർ ആക്കാം. അതായത് 1 ഇയറിൽ എത്ര റിട്ടേൺ തരും, അല്ലെങ്കിൽ 3 ഇയർ കൊണ്ട് എത്ര റിട്ടേൺ തരും, അല്ലെങ്കിൽ 6 മന്ത് കൊണ്ട് എത്ര റിട്ടേൺ തരും എന്നൊക്കെയുള്ള നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ആദ്യം കാണുന്ന ഈ ഫണ്ടുകൾ ഒരു പക്ഷേ ഗ്രോ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഫണ്ട്സുകളും വളരെയധികം അനലൈസ് ചെയ്യുക, സെർച്ച് ചെയ്യുക, അതിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കുക. ഞാനിവിടെ ജസ്റ്റ് സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ കാണാം, ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടാവുന്ന റിട്ടേൺ എത്ര % എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വലത് സൈഡ്. ഇനി നമുക്ക് ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ നിപ്പോൺ ഇന്ത്യ പ്രൈവറ്റ്
ഫണ്ട് ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. നമുക്കവിടെ കാണാം ഇടത് സൈഡ് 21.37% അതിൻ്റെ 3 വർഷത്തെ റിട്ടേൺ വരുന്നത്. നമുക്ക് 1 ഇയർ ആക്കി നോക്കാം. അത് 58.85% റിട്ടേൺ വരും. അതിൻ്റെ ഗ്രാഫ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ ഗ്രാഫിലൊരു നമുക്ക് ആ എത്ര ശതമാനം തരുന്നതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഒരു റെഡിൽ കാണാൻ പറ്റും നെഗറ്റീവാണ്. അതായത് ഇപ്പോൾ ഈ ഫണ്ട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് സൂചികയിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഫണ്ട് നമ്മൾ വാങ്ങുന്നത് കൊണ്ട് ചിലപ്പോൾ ആ ലെവലിൽ എത്തണമെന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾക്ക് 1 ഇയർ ഇങ്ങനെ ഓരോ താഴേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ടാകും. അതായത് റിട്ടേൺ, പ്രോസ് ആൻഡ് കോയിൻസ്, അല്ലെങ്കിൽ റിട്ടേൺ കാൽക്കുലേറ്റർ. നമുക്കിവിടെ റിട്ടേൺ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ SIP എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാം, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ മാസവും മന്ത്ലി പേ ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ആവുന്ന രീതിയിലുള്ള നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് നമുക്ക് മിനിമം 100 രൂപ വെച്ച് മാസം നമുക്ക് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ആദ്യമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടായിരിക്കും. അതായത് നമ്മുടെ മാസം 100 രൂപ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ ആകുമ്പോൾ 1497 രൂപ വരും. അതാണ് ഇതിൻ്റെ 1 വർഷത്തെ ബെനിഫിറ്റ്. നമുക്കിതിനെ 3 വർഷത്തെ സെലക്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ 4842. ഓരോ മാസം വെറും 100 രൂപയായിരിക്കും നമ്മളതിന് പിടിക്കുന്നത്. 5 വർഷമാണെങ്കിൽ 7482. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സേവ് ചെയ്യുന്ന FD ഇടുന്നതിനേക്കാളും ഒരുപാട് ബെറ്റർ തന്നെയാണ്. 100 രൂപയായിട്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ഇനി 1 ടൈം ആയിട്ട് ചെയ്യാം, ലംസമായിട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് മിനിമം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 5000 രൂപയാണ്. അതായത് നമുക്ക് 100 രൂപയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒറ്റത്തവണ പേ ചെയ്യുന്നതുകൊണ്ട് 5000 ആയിരിക്കും. അതിന് 5 വർഷത്തെ റിട്ടേൺ വരുന്നത് 7000. നമുക്ക് 1 ഇയറാണ് എത്ര നോക്കാം, 7943. അതുപോലെ 3 ഇയർ ആണെങ്കിൽ 8900. അതാണ് പറഞ്ഞാൽ നമ്മളിത് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. ഓരോ ഫണ്ട്സും നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ വിശദമായി പഠിക്കുക. ഇതേപോലെ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ താഴോട്ടുള്ള ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ഓരോന്നും തമ്മിലുള്ള വേരിയേഷൻ മനസ്സിലാക്കുക. നമുക്ക് മറ്റൊന്ന് നോക്കാം. ടാറ്റ ഡിജിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞ് 32% അതിൻ്റെ ഒരു ഗ്രാഫ് കാണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 3 ഇയറിന് 28 മറ്റേതിനേക്കാളും കുറവാണ്. പക്ഷേ നമുക്കതിൻ്റെ താഴെ കാണാം, ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടാണ് ഇതിൻ്റെ ഗ്രാഫ് പോകുന്നത്. അതായത് ഈ സമയത്തും ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞുള്ള ഈ പീരീഡൊക്കെ തന്നെ നമുക്ക് അറിയാം അത് പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫണ്ട് തിരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ രീതിയിൽ സൗകര്യം പഠിക്കുക, നല്ലോണം പഠിക്കുക. നമുക്ക് റിട്ടേൺ എത്ര കിട്ടുമെന്ന് നോക്കാം. റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. 1 ഇയറിൽ 32%, 3 ഇയറാണെങ്കിൽ 28%, 5 ഇയറാണെങ്കിൽ നമുക്ക് അവർ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടത് പറയാൻ കഴിയില്ല എന്നാണ്. ആൾ ടൈം 16% ഉണ്ട്. എല്ലാ സമയത്തും 16% കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് FDയേക്കാളും എത്രയോ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് SIP നോക്കാം. നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. SIP ആയിട്ട്, അതായത് മാസം പിടിക്കുന്നത് നമുക്ക് ഏറ്റവും മിനിമം എമൗണ്ട് 500 രൂപയാണ്. പക്ഷേ നേരത്തെ കാണിച്ച ഫണ്ടാണെങ്കിൽ മാസം 100 രൂപയെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതായത് നമുക്ക് സാമ്പിൾ നോക്കാനൊക്കെ ബെറ്ററാണ്. 500 രൂപ വെച്ച് SIP ചെയ്യാൻ കഴിയും. അതായത് അത് ഓരോ ഫണ്ടിൻ്റെയും വ്യത്യസ്ത രീതികളാണ്. ചില ഫണ്ടുകൾക്ക് 100, ചിലതിന് 500, അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും. അതെല്ലാം നമുക്കിവിടെ 1 ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് ഒറ്റത്തവണ മാത്രം നമ്മൾ നിക്ഷേപിക്കുന്നത് 3 കൊല്ലത്തേക്ക്, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചെടുക്കാം, അല്ല 1 ഇയർ. അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന വേരിയേഷൻ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ താഴോട്ട് കുറേ അധികം ഉണ്ട്. ഈ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. അതനുസരിച്ച് നമുക്ക് സംശയങ്ങളനുസരിച്ചുള്ള വീഡിയോ നിർബന്ധം വേണ്ടി വന്നാൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഈ ഫണ്ടിൻ്റെ
ഞാൻ നേരത്തെ എടുത്ത ഫണ്ടിലേക്ക് പോയി. അതായത് നമുക്ക് ആ നേരത്തെ ആദ്യം എടുത്ത ഫണ്ടിൻ്റെ താഴോട്ട് പോയിട്ട് തന്നെ നമുക്ക് കമ്പാരിസൺ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി നേരത്തെ എടുത്തൊരു ഫണ്ട് എടുത്തു. ഞാൻ ജസ്റ്റ് ഇതെങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒരു ഷെയർ വാങ്ങുന്നത് എങ്ങനെയാണെന്നോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നേരത്തെ അതേ രീതിയിൽ തന്നെ ഞാൻ നേരത്തെ ഫണ്ട് കാണിച്ചു. ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ SIP എന്ന് പറഞ്ഞ സിസ്റ്റം നോക്കി ഇവിടെ കാണാം. മിനിമം 100 രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. നിങ്ങളൊരിക്കലും ഈ ഫണ്ട് നോക്കിയിട്ട് ഇത് തന്നെ വാങ്ങണമെന്ന് പറയില്ല. കാരണം ഇത് നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഫണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നിപ്പോണിൻ്റെ സെലക്ട് ചെയ്തു. മന്ത്ലി 100. നമുക്കിവിടെ കാണാം ഏറ്റവും താഴെ ബാക്ക് ബട്ടൺ വന്നു. ജസ്റ്റ് വ്യൂ ആൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഫണ്ടും നോക്കുക, ബെറ്റർ ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞ രീതി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചതിന് ശേഷം നിക്ഷേപിക്കുന്നു അത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്ക് അധികം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹൈ റിട്ടേൺ തരുന്ന കുറേയധികം ഓപ്ഷൻസുകളുണ്ടാവും. തികച്ചും ഗ്രോ അപ്പിൽ ഇതെല്ലാം ബ്രോക്കറേജ് ഫീസൊന്നും വാങ്ങുന്നില്ല. അതിൻ്റെ കാരണം ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഈ കാറ്റഗറിയൊക്കെ കാണിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഈ പെർസെൻറ്റേജൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൽ വീഴാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഫണ്ട് വാങ്ങുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ കണ്ട നിപ്പോൺ എന്ന് പറയുന്ന നിപ്പോൺ ഇന്ത്യ ഫാർമ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. കാരണം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് 1 ടൈം മന്ത്ലി SIP 2 ഓപ്ഷൻ കാണും. ഇതിൽ സാധാരണ നമ്മൾ തുടങ്ങുന്നതും ഏറ്റവും എളുപ്പവും മന്ത്ലി SIP ആണ്. നമുക്കൊരു റിസ്ക് ഇല്ല, നമ്മുടെ പൈസ നഷ്ടപ്പെടില്ല, 100% നമുക്ക് ലാഭം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളൊരു സിസ്റ്റമാണ് SIP. ഈ SIP നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 100 രൂപ ടൈപ്പ് ചെയ്യുന്നു. അതായത് എല്ലാ മാസവും 100 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. നമുക്കിവിടെ കാണാം, ഞങ്ങൾ വരച്ച് കാണിച്ചു. നമ്മുടെ ഗ്രോ വാലറ്റിലുള്ള എമൗണ്ട് 1300 സംതിങ്. അതിനുശേഷം SIP എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ട് നമുക്ക് അതായത് എല്ലാ മാസവും ഏത് തീയതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ഗ്രോ ആപ്പിലേക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഗ്രോ ആപ്പിലേക്കല്ല നേരിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുക എന്നുള്ളത് നമുക്കിവിടെ ഏത് ഡേറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 26-ാം തീയതി സെലക്ട് ചെയ്യാം. നമുക്ക് 27 സെലക്ട് ചെയ്യുന്നത് ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1-ാം തീയതിയോ 10-ാം തീയതിയോ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നമുക്കിവിടെ കാണാം 100 രൂപ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഇനി ഇൻവെസ്റ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രോസസ്സിംഗ് ഓർഡർ എന്ന് പറഞ്ഞ് ജസ്റ്റ് കാണിക്കും ഇൻവെസ്റ്റഡ്. ശരിക്കും പറഞ്ഞാൽ ഈ പൈസ നമ്മളിന്ന് പോയിട്ടുള്ളത് നമ്മുടെ ഗ്രോ ആപ്പിലെ വാലറ്റിൽ നിന്നാണ്. അതായത് നമ്മൾ ആദ്യമായി പൈസ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് ഈ ബ്രോക്കറേജ് ആയിട്ടുള്ള ഗ്രോ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്തു, വാലറ്റിലുണ്ടാവും, അതിൽ നിന്നാണ്. അതിവിടെ വന്നിട്ടില്ല. ഈ ഡാഷ്ബോർഡിൽ നോക്കിയിട്ട് വന്നിട്ടില്ല. നമുക്കിത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു ഇതിൻ്റെ തെളിവ് നമുക്ക് ഫസ്റ്റ് കാണണമെങ്കിൽ നമുക്ക് ഇന്ന് ഏറ്റവും താഴെ യു എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോവുക. അതിനുശേഷം നമുക്കിവിടെ കാണാം, ഇവിടെ വാലറ്റിലുണ്ടായിരുന്നത് 100 രൂപ മൈനസ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ആൾ ഓർഡേഴ്സ് എന്ന് പറയുന്നത് നോക്കിയാൽ ഇപ്പോൾ കാണാൻ പറ്റില്ല. കാരണം ഇത് ഡീറ്റെയിൽ ഒന്നും വന്നിട്ടുണ്ടാവില്ല ആദ്യം. അതായത് ഇതിനി മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകണം. ചിലപ്പോൾ 2-3 ദിവസം എടുക്കും. നമുക്ക് ആദ്യം മെയിലായിരിക്കും വരുന്നത്. നമുക്കിവിടെ ആൾ SIP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം. ഞാൻ നേരത്തെ വാങ്ങിയ ഒന്ന് കാണാം. രണ്ടാമത്തെ ഇപ്പോൾ വാങ്ങിയ 100 രൂപയുടെ നമുക്കിവിടെ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടെ കാണുന്നത്. അതിനി
2-3 ദിവസത്തിനകത്തായിരിക്കും നമുക്കിത് റെഡിയായി വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് SMS വരും, ഇമെയിൽ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ഇമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അല്ലാതെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിന്നിവിടെ ഗ്രോ ആപ്പിൻ്റെ വാലറ്റിൽ നിന്ന് 100 രൂപ പോയിട്ടുണ്ട്. ഇനി ഓരോ മാസവും നമ്മുടെ ഗ്രോ ആപ്പിൻ്റെ വാലറ്റിൽ നിന്നല്ല പൈസ പോകുന്നത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ത്രൂ ആയിട്ടാണ്. ഇതിന് നമ്മൾക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ID പാസ്വേഡ് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. തീർത്തും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ല എഗ്രിമെൻറ്റ് എല്ലാം നമ്മൾ സൈൻ ചെയ്താണ് വരുന്നതെങ്കിൽ യാതൊരു വിഷയം ഉണ്ടാവില്ല. ഞാൻ 3-4 കൊല്ലം കൊണ്ട് ഞാനിത് വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഇതിലൊന്നും ഇതുവരെയും പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റ് യൂട്യൂബിലോ ഏതിൽ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ഗ്രോ ആപ്പിൽ തന്നെ സൈറ്റ് ഉണ്ടാവും, അതിൽ നമുക്ക് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഭാരത സർക്കാരിൻ്റെ സെബിയിൽ ആശ്രയിച്ച് വരുന്നതാണ്. അതുകൊണ്ട് എന്നാൽ മാത്രമേ അവർക്ക് നമ്മുടെ ബാങ്കിൽ നിന്നും അവർക്ക് നേരിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുകയാണ്. ഞാനിവിടെ നേരത്തെ ചെയ്ത ഒരു ഫണ്ട് ഇവിടെ കാണാൻ സാധിക്കും. മാസം 500 രൂപ ഇടുന്ന ഒരു ഫണ്ടാണ്. ജസ്റ്റ് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിപ്പോർട്ട് കാണാം. അതായത് 1 കൊല്ലം കൊണ്ട് ഇതിലെത്രയാണ് ഇതിൻ്റെ ഗ്രാഫ് പോയിട്ടുള്ളത്. ശരിക്കും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു ഗ്രാഫായിരുന്നു. ഈ പാൻഡമിക്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം കാരണം കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരു കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. എന്നിട്ടും പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്. ശരിക്കും ഇതിപ്പോൾ എടുത്താൽ പോലും വലിയ നഷ്ടമൊന്നും വരുന്നതല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. നമുക്ക് ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നതിലായിരിക്കും ഏറ്റവും താഴെ നടുക്കുള്ള ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെറ്റർ ഉണ്ടാവും. നഷ്ടങ്ങളൊന്നും വരില്ല. SIP ആയിട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം നല്ലത്. അതിനുശേഷം നല്ല ഫണ്ടുകൾ കണ്ടെത്തി പഠിച്ചതിന് ശേഷം ലംസമായിട്ട് 1 ടൈമായിട്ട് ചെയ്യുക.